നമസ്കാരം. ഇതെന്ത് പെൻഷൻ രീതിയാണെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് 2 വർഷം ജോലി ചെയ്താൽ അവർക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന രീതി ഇത് ലോകത്തൊരിടത്തും ഇല്ലെന്നാണ് സുപ്രീം കോടതി അതിരൂക്ഷമായ വിമർശനം കേരളത്തോട് നടത്തിയത്. കേരളത്തിൽ അല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ പെൻഷൻ രീതി ഇല്ല. അത് തന്നെയല്ല, ലോകത്തൊരിടത്തും ഈ സമ്പ്രദായം ഇല്ല. 5 വർഷം ആയിരുന്നു മുമ്പ് പേഴ്സണൽ സ്റ്റാഫിന് പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഗവൺമെൻറ് കയറിയപ്പോൾ അത് 2 വർഷമായിട്ട് കൊടുത്തു. ഒരു മന്ത്രിക്ക് 28 പേഴ്സണൽ സ്റ്റാഫെങ്കിലും ഉണ്ട്. അത് 5 വർഷമാകുമ്പോൾ അതിൻ്റെ ഇരട്ടി 2 വർഷമായിട്ട് പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്ത് അവർക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുകയാണ്. വെറും 2 വർഷത്തെ സർവീസിൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നത് അതിന് ഇത്രയും രീതിയിലുള്ള സാമ്പത്തിക ശേഷി കേരളത്തിലുണ്ടോ എന്നാണ് കോടതി ചോദിച്ചത്. അതുപോലെ KSRTCയുടെ ഡീസലിൻ്റെ വില വിപണി വിലയേക്കാൾ 7 രൂപ കൂടുതലാണ് അവരുടേക്ക് വാങ്ങിക്കുന്നത്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സഹായം തേടി കൊടുത്ത KSRTCക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകനായ വി ഗിരി ആണ് സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുതിർന്ന ജഡ്ജിയായ അബ്ദുൽ നസീർ ചോദിച്ചത്, എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത്? ഇത് കേരളമല്ല, ഇത് സുപ്രീം കോടതിയാണ്. കേരളത്തിൽ ഇത്രയും വരുമാനം ഉണ്ടായിട്ടല്ലേ ഇങ്ങനെ ഇത്ര തൂർത്തായിട്ട് കാണിക്കുന്നത്? അതുകൊണ്ട് എന്തിനു നിങ്ങളിവിടെ വന്നു? അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളി. കാരണം ഇത് കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ പെൻഷൻ രീതി കൊടുക്കുന്നില്ല. ഇത് അറ്റോർണി ജനറലോ അല്ലെങ്കിൽ അത് പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ അഡ്വക്കറ്റോ അല്ല കോടതിയെ ഇത് ധരിപ്പിച്ചത്. കോടതി കണ്ടത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇതിനകത്ത് പ്രത്യേക ഒരു ഫീച്ചറായിട്ട് കേരളത്തിൽ മാത്രമേ ഇങ്ങനത്തെ ഒരു പെൻഷൻ രീതിയും തൂർത്തും കാണിക്കുന്നുള്ളൂ എന്ന് 2 വർഷം കഴിയുമ്പോൾ അവർക്ക് ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന ഈ പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുമ്പോൾ അഭ്യസ്തവിദ്യരായ ഒരുപാട് യുവതിയുവാക്കൾ കേരളത്തിലുള്ളപ്പോൾ ഇത്ര തൂർത്ത് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ അതിരൂക്ഷമായിട്ടാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഓക്കെ, നമസ്കാരം.